നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണം അവസാനിച്ചു. വിത്തെറിയാൻ അനുമതി തേടി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ്. കഴിഞ്ഞ 5 വർഷക്കാലം ചാലക്കുടിയുടെ MLA ആയിരുന്ന സനീഷ് കുമാർ ജോസഫിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച LDF നേതാക്കളുടെ പ്രസ്താവന അസത്യവും വസ്തുതാ വിരുദ്ധവുമാണെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീട്ടുചുമരിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ച് കൗതുകമുണർത്തിയ പ്രചരണത്തിന് പ്രോത്സാഹനവും അംഗീകാരവും. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണം അവസാനിച്ചു. ചാലക്കുടിയിൽ 3 മുന്നണികളുടെയും കൊട്ടിക്കലാശം വർണ്ണാഭമായി. UDFന് ആനമല ജംഗ്ഷൻ പരിസരവും LDFന് മാളവഴി ജംഗ്ഷനും NDAക്ക് സൗത്ത് റോഡുമാണ് കലാശക്കൊട്ടിന് പോലീസ് അനുവദിച്ചിരുന്നത്. താളമേളങ്ങളും വർണ്ണ ബലൂണുകളും കൊട്ടിത്തോരണങ്ങളുമായി 3 മുന്നണികളും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഓരോ മണ്ഡലത്തിന്റെയും വിവിധ കേന്ദ്രങ്ങളിൽ ആവേശമുണ്ടാക്കാൻ സ്ഥാനാർത്ഥികളും നേതാക്കളും അണികളും എത്തി. അവസാന നിമിഷം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദേശീയ നേതാക്കൾ സജീവമായി എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ബുധനാഴ്ച നിശബ്ദ പ്രചരണമാണ്. വ്യാഴാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വികസനം വോട്ടാകുമെന്നും ഭരണ തുടർച്ച ഉറപ്പാക്കാനാകുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് LDF. ഇടത് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തിരുന്നു. വയനാട് ദുരന്തബാധിതർക്കുള്ള ഫണ്ടും പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദവും അവസാന ദിവസങ്ങളിൽ ചർച്ചയായി. എങ്കിലും അടിത്തറ ഇളകില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. എന്നാൽ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. ഇക്കുറി അക്കൗണ്ട് തുറക്കാനാകുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് BJP. വിത്തെറിയാൻ അനുമതി തേടി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ്.
വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം വനത്തിൽ ലഭിക്കാത്ത സാഹചര്യം നിലവിലുള്ളതിനാൽ അവയ്ക്ക് മുൻകൂട്ടി ഭക്ഷണം ഒരുക്കുന്ന പരിപാടിയുമായി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ. വനവിസ്തൃതിക്കനുസരിച്ച് വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലധികം കാട്ടാനകൾ വർഷം തോറും വർദ്ധിച്ചു വരുന്നതിനാൽ അവർക്കാവശ്യമായ ഭക്ഷണം വനത്തിൽ ലഭിക്കാതെ വരുന്നതുകൊണ്ടാണ് തീറ്റ തേടി നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുവാൻ ഇടവരുന്നതെന്ന് കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചൂണ്ടിക്കാട്ടി. ഇതിന് പരിഹാരം കാണുവാൻ കാട്ടിൽ ചക്കക്കുരു, പനങ്കുരു, ഇല്ലിക്കുരു, കശുവണ്ടി തുടങ്ങിയ വിത്തിനങ്ങൾ വിതറുന്നതിന് അനുമതി നൽകണമെന്ന് വനം വകുപ്പിനോട് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. വിത്തെറിയൽ ദിവസം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഡോക്ടർ ജോയ് കട്ടക്കയം യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. ബെന്നി നവേലിൽ, വർഗീസ് പുറായി, സിസിലി വടാശ്ശേരി, ഓമന പോട്ടക്കാരൻ, ബേബി തച്ചേട്ടുകുടി എന്നിവർ പ്രസംഗിച്ചു. ഇത് സംബന്ധിച്ച് ചാലക്കുടി DFOക്ക് കത്ത് നൽകി. കഴിഞ്ഞ 5 വർഷക്കാലം ചാലക്കുടിയുടെ MLA ആയിരുന്ന സനീഷ് കുമാർ ജോസഫിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച LDF നേതാക്കളുടെ പ്രസ്താവന അസത്യവും വസ്തുതാവിരുദ്ധവുമാണെന്ന് UDF നേതാക്കളായ നഗരസഭാ ജനപ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലും പ്രത്യേകിച്ച് നഗരസഭാ പ്രദേശത്തും സനീഷ് കുമാർ ജോസഫ് MLA നടത്തിയിട്ടുള്ളത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ്. കോവിഡ് കാലത്ത് ചാലക്കുടിയുടെ ജനപ്രതിനിധിയായി കടന്നുവന്ന സനീഷ് കുമാർ ജോസഫ് ആ ദുരന്തകാലത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു MLA ആണ്. താലൂക്ക് ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റും വെന്റിലേറ്ററുകളും RT-PCR മെഷീനും അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം MLAയുടെ ഏറ്റവും മികച്ച നേതൃത്വത്തിൽ നടന്നവയാണ്. യാതൊരുവിധ രാഷ്ട്രീയ വിവേചനവുമില്ലാതെ പ്രവർത്തിച്ച MLA ആണ് സനീഷ് കുമാർ ജോസഫ്. ഒരു പ്രതിപക്ഷ MLA ആയിരുന്നിട്ട് പോലും ചാലക്കുടിയുടെ സ്വപ്ന പദ്ധതികളായ ആധുനിക ടർഫ് ഫുട്ബോൾ മൈതാനവും കോർട്ട് കോംപ്ലക്സും ആയുഷ് ആശുപത്രിയും AE ഓഫീസും ആധുനിക സ്കൂൾ കെട്ടിടങ്ങളും മലയോര ഹൈവേ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ നിരവധി റോഡുകളും യാഥാർത്ഥ്യമായത് MLAയുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ്. പൂർത്തിയായ പദ്ധതികളെല്ലാം മുൻ MLAയുടെയും സർക്കാരിന്റെയും നേട്ടവും വിവിധ കാരണങ്ങളാൽ പൂർത്തിയാകാത്തതെല്ലാം ഇപ്പോഴത്തെ MLAയുടെ കുറവുമാണ് എന്ന വാദം ശരിയല്ല. കലാഭവൻ മണി സ്മാരകം ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികളുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായത് MLAയുടെ നിരന്തരമായ ഇടപെടൽ മൂലമാണ്. എന്നാൽ നിർമ്മാണം ഏറ്റെടുത്ത ഏജൻസിക്ക് സർക്കാർ ഫണ്ട് അനുവദിക്കാത്തത് മാത്രമാണ് ഇപ്പോഴത്തെ തടസ്സം എന്നിരിക്കെ ഇക്കാര്യത്തിൽ MLAക്കെതിരെ നടത്തുന്ന തെറ്റായ പ്രചരണത്തിൽ LDF നേതാക്കളുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന് നഗരസഭാ ജനപ്രതിനിധികൾ പറഞ്ഞു. ഇന്നലെ വരെ UDFന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ജനപ്രതിനിധിയാവുകയും മുൻ MLAയുടെയും LDF സർക്കാരിന്റെയും നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കുകയും ചെയ്തയാളാണ് ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥി ബിജു ചിറയത്ത്. ആധുനിക ഫുട്ബോൾ മൈതാനവും ദേശീയപാതയിലെ അണ്ടർ പാസേജും അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയും ഉൾപ്പെടെ ചാലക്കുടിയുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങളിലെല്ലാം LDFന്റെ നിലപാടുകളോട് കടുത്ത വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിക്കുകയും അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്ത ഇപ്പോഴത്തെ LDF സ്ഥാനാർത്ഥിയുടെ നിലപാട് മാറ്റത്തിന് ചാലക്കുടിക്കാർ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി പറയുമെന്ന് നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ചെയർപേഴ്സൺ ആലി ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, UDF ലീഡർ ഷിബു വാലപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ OS ചന്ദ്രൻ, ഷിഫ സന്തോഷ്, ജിയോ കിഴക്കുന്തല, ലിജി ജോജി എന്നിവർ പങ്കെടുത്തു. ഓട്ടത്തിനിടയിൽ മിനിലോറിക്ക് തീപിടിച്ചു. തിരക്കേറിയ MC റോഡിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്ക് സമീപമായിരുന്നു തീപിടുത്തം. മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനിലോറിക്കാണ് തീപിടിച്ചത്. തീ ഉയരുന്നത് കണ്ട് വാഹനം നിർത്തിയതിനാൽ അപകടം ഒഴിവായി. വാഹനം ഭാഗികമായി കത്തിനശിച്ചു. അങ്കമാലി ഫയർഫോഴ്സ് എത്തി അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വൈകിട്ട് 6 മുതൽ 9 വൈകിട്ട് 6 വരെ മദ്യശാലകൾ തുറക്കില്ല. വിദേശ മദ്യച്ചില്ലറ വിൽപ്പനശാലകളും ബാറുകളും കള്ളുഷാപ്പുകളും പ്രവർത്തിക്കില്ല. 48 മണിക്കൂർ ഡ്രൈ ഡേയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. തിങ്കളാഴ്ച കൂടിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവില ചൊവ്വാഴ്ച കുറഞ്ഞ് 1,10,10,000 താഴെയെത്തി. പവന് 600 രൂപയാണ് കുറഞ്ഞത്. 1,09,880 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 75 രൂപയാണ് കുറഞ്ഞത്. 13,735 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. പശ്ചിമേഷ്യൻ സംഘർഷമാണ് പ്രധാനമായി സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതിനെ തുടർന്ന് എണ്ണവില കൂടുന്നതും കുറയുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീട്ടുചുമരിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ച് കൗതുകമുണർത്തിയ പ്രചരണത്തിന് പ്രോത്സാഹനവും അംഗീകാരവും. വീട്ടുടമയും ചിത്രകാരനുമായ സേതുമാധവനാണ് അംഗീകാരം. കൗതുകമുണർത്തിയ പ്രചരണത്തിന് ചാലക്കുടിക്കാരനായ കലാസ്നേഹിക്ക് 1 ലക്ഷം രൂപയും സമ്മാനമായി. സൗത്ത് സർവീസ് റോഡിൽ നിന്നും കോൺവെന്റ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് റോഡരികിലെ സ്വന്തം വീട്ടുചുമരിലാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു എസ് ചെറിയത്തിന്റെ മനോഹരമായ ചിത്രവും ചിഹ്നവും വരച്ചിട്ടുള്ളത്. ഇനാമിൽ പെയിന്റ് ഉപയോഗിച്ച് 3 ദിവസം കൊണ്ടാണ് വര പൂർത്തീകരിച്ചത്. സുഹൃത്തുക്കൾ വാങ്ങി നൽകിയ ഇനാമൽ പെയിന്റ് ഉപയോഗിച്ചാണ് പടം വരച്ചത്. DYFI ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദരവ് സംഘടിപ്പിച്ചത്. പ്രശസ്ത കവി സോബിൻ മഴവിയുടെ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. നിതിൻ പുല്ലൻ, VJ വില്യംസ്, അശ്വതി പ്രിൻസ്, സാംസൺ ആന്റണി, PA അശ്വിൻ, സനൽ ഷാജഹാൻ, CH അമൽ, CH അഫ്സൽ എന്നിവർ സംസാരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ ലഭിച്ചതോടെ താപനിലയിൽ അല്പം ശമനമുണ്ടായിരുന്നു. ചൊവ്വാഴ്ച മുതൽ തെരഞ്ഞെടുപ്പ് ദിവസമായി വ്യാഴാഴ്ച വരെ 8 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വ്യാഴാഴ്ച വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്തും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഈ ദിവസങ്ങളിലും ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വൈകിട്ട് 6 മുതൽ 9 വൈകിട്ട് 6 വരെ മദ്യശാലകൾ തുറക്കില്ല. വിദേശ മദ്യശില്ലറ വിൽപ്പനശാലകളും ബാറുകളും കള്ളുഷാപ്പുകളും പ്രവർത്തിക്കില്ല. 48 മണിക്കൂർ ഡ്രൈ ഡേയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്കമാലിയിൽ ആവേശത്തിരയിലേക്ക് UDF സ്ഥാനാർത്ഥി റോജി M. ജോണിന്റെ റോഡ് മെഗാ ഷോ വൈകിട്ട് UDF യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ അങ്കമാലി ടൗണിൽ റോഡ് ഷോ നടത്തി. CSC ഹാളിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ വമ്പിച്ച ജനാവലിയോടെ TB ജംഗ്ഷനിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊട്ടിക്കലാശം. 3 ആഴ്ച നീണ്ടുനിന്ന പരസ്യ പ്രചാരണം അവസാനിച്ചു. വിത്തെറിയാൻ അനുമതി തേടി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ്. കഴിഞ്ഞ 5 വർഷക്കാലം ചാലക്കുടിയുടെ MLA ആയിരുന്ന സനീഷ് കുമാർ ജോസഫിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച LDF നേതാക്കളുടെ പ്രസ്താവന അസത്യവും വസ്തുതാ വിരുദ്ധവുമാണെന്ന്
തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി വീട്ടുചുമരിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രം വരച്ച് കൗതുകമുണർത്തിയ പ്രചരണത്തിന് പ്രോത്സാഹനവും അംഗീകാരവും. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.